അറിഞ്ഞോ, നമ്മുടെ തലസ്ഥാന നഗരി മൊത്തത്തിലങ്ങ് മാറാൻ ഒരുങ്ങുകയാണ്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെയുള്ള വികസന കുതിപ്പിനാണ് തലസ്ഥാനം ഒരുങ്ങുന്നത്. എങ്ങനെയാണെന്നല്ലേ പറയാം. വിഴിഞ്ഞത്തെ ലോജിസ്റ്റിക് ടൗൺഷിപ്പ്, കോവളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്, കാട്ടാക്കട ഗ്രീൻ ആൻഡ് സ്മാർട്ട് ഇൻഡസ്ട്രി ഹബ്, കിളിമാനൂരിലും കല്ലമ്പലത്തും അഗ്രോ ആൻഡ് ഫുഡ് പ്രോസസിംഗ് ഹബ്, ഇവയെല്ലാം ഉൾപ്പെടെ 49 വില്ലേജുകളെ അടിമുടി മാറ്റുന്ന വിഴിഞ്ഞം നാവായിക്കുളം വികസന ഇടനാഴിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ ആദ്യ ലോജിസ്റ്റിക് ടൗൺഷിപ്പ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്താണ് ഉയരുക. 34,000 കോടിയുടെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക, സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുക, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. റീജിയൻ ഡെവലപ്മെന്റ് പ്രൊജക്ട് 2വിന്റെ നേതൃത്വത്തിലാണ് ഇത് നടപ്പാക്കുന്നത്. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ 77 കിലോമീറ്ററിലെ റിംഗ് റോഡിന് ഇരുവശങ്ങളിലുമായി 5 കിലോമീറ്ററോളം ചുറ്റളവിലെ തെരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിലാണ് ടൗൺഷിപ്പുകളും ക്ലസ്റ്ററുകളും ഹബ്ബുകളും ഉയരുക. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം തലസ്ഥാനമാകെ ഒരു പ്രത്യേക നിക്ഷേപ മേഖലയായി മാറും. റോബോട്ടിക്സ്, സ്മാർട്ട് ഷിപ്പ്, AI മെഡിസിൻ, ഹൈഡ്രജൻ ഇലക്ട്രിക് വാഹനങ്ങൾ, മെഡിക്കൽ ടൂറിസം, തിരമാലയിൽ നിന്ന് വൈദ്യുതി, സ്മാർട്ട് കൃഷി, സ്പോർട്സ്, വിനോദം, ഹയർ എഡ്യൂക്കേഷൻ, അങ്ങനെ നീളുന്നു നിക്ഷേപ സാധ്യതകൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, വിമാനത്താവളം, ടെക്നോ പാർക്ക്, വിവിധ സർവകലാശാലകൾ, ദേശീയപാത 66, മലയോര തീരദേശ ഹൈവേകൾ, ലൈറ്റ് മെട്രോ, കെ റെയിൽ തുടങ്ങിയ പദ്ധതികളുമായും ഇതിനെ ബന്ധിപ്പിക്കും. ഹരിത ഹൈഡ്രജൻ, സൗരോർജ്ജം, ഭക്ഷ്യ സംസ്കരണം തുടങ്ങി സുസ്ഥിര വികസനത്തിനാണ് ഊന്നൽ നൽകുക. ലോകോത്തര കമ്പനികളാണ് പദ്ധതിയിൽ നിക്ഷേപം നടത്താൻ സന്നദ്ധതയുമായി മുന്നോട്ട് വരുന്നത്. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന ട്രിവാൻഡ്രം ഹബ് തലസ്ഥാനത്തിന്റെ മാത്രമല്ല കേരളത്തിന്റെ ആകെ മുഖച്ഛായ മാറ്റുമെന്ന് ഉറപ്പാണ്. ആ മാറ്റങ്ങൾക്കൊപ്പം നമുക്കും സഞ്ചരിക്കാം.